ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വെള്ളക്കടലയും മുട്ടയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം അളവിൽ വെള്ളക്കടല വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തതിന് ശേഷം വേവിച്ചെടുക്കാനായി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കടലയുടെ ഒപ്പം നിൽക്കുന്ന അത്രയും മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കടല ഒരു 5 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തതായിരിക്കണം, എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇനി ഞാനിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുവാണ്. ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലൊരു വിസ്ക് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് വളരെ ചെറിയൊരു സ്പൂണിൽ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ അപ്പത്തിനും ദോശയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നതിന് ശേഷം നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു കടല വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഈ കടല ഞാനിപ്പോൾ 2 വിസിലേ അടുപ്പിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് വേവുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഈ കടല നമ്മളെ സാധാരണ കറുത്ത കടലയേക്കാളും പെട്ടെന്ന് വേവുന്ന കടലയാണ്. ഇതൊരു 2 വിസിലായപ്പോൾ തന്നെ ഈ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ ഒരു കടല നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണം. ഈ കടല നന്നായിട്ട് വെന്ത് കിട്ടിയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇത് അരച്ചെടുക്കാൻ വേണ്ടുന്ന അത്രയും നമ്മൾ വേവിച്ചെടുക്കണം. ഇപ്പോൾ കുക്കറിലിട്ട് വേവിച്ച അത്രയും കടല ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് ഹീറ്റ് ആവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 8 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വീണ്ടും വെള്ളം ആവശ്യം വരും. അങ്ങനെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. ഒരുപാട് ലൂസാക്കാതെ സ്പൂൺ കൊണ്ട് കോരിയെടുക്കുമ്പോൾ ഈ ഒരു കട്ടിയിലായിരിക്കണം നമുക്ക് അരച്ച് കിട്ടേണ്ടത്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം കട്ടിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് എന്ന്. ഇതാണ് ഈ ഒരു റെസിപ്പിക്ക് കടല അരച്ചെടുക്കേണ്ടുന്ന പരുവം. ഇപ്പോൾ ഈ ഒരു ജാറിലുള്ളത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ടയിൽ തന്നെ നമ്മൾ ഇതിലേക്കുള്ള ഉപ്പും സോഡാപ്പൊടിയും എല്ലാം ഇട്ട് ഇളക്കി വെച്ചതാണ്. അതുകൊണ്ട് ഇനി വേറെ ചേർക്കേണ്ടതില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 250 ഗ്രാം അളവിലുള്ള 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഇപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം ഞാൻ കാണിച്ചു തരാം. ഇതുപോലൊരു കയ്യിൽ വെച്ച് കോരിയെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം മാവിരിക്കേണ്ടത്. ഇതുപോലെ വേണം ഇരിക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. മുട്ട നമ്മൾ ബുൾസൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സംഭവത്തിനകത്തേക്ക് നമുക്ക് ഈ മാവ് ഇട്ട് കൊടുക്കാം. ഇതിനുള്ളിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത് വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണമെന്നില്ല. ഓരോരുത്തർക്കും എളുപ്പമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ വെറുതെ മാവ് കോരി ഈ എണ്ണയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ മാവ് റെഡിയാക്കി വെച്ച് കൊടുത്തതിന് ശേഷം മെല്ലെ ഇതൊന്ന് പൊക്കി കൊടുക്കാം. എന്നിട്ട് അടുത്ത മാവും ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി എടുക്കാം. ഈ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഊരിയെടുക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് പോവും. ഇപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത ഈ ഒരു മാവ് വെന്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ മാവിലും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തൊടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സ്പോഞ്ച് പോലെ ബണ്ണ് പോലെയൊക്കെ ഇരിക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇതിരിക്കുന്നത്. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ അകമൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റും. ഇത് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും ചേരും. ഇതിൻ്റെ കൂടെ ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ ഗ്രീൻ പീസ് കടല അങ്ങനെ ഏത് കറിയും ചേരും.
നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് വെറൈറ്റി ആയിട്ട് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.